എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 35ഉം 36ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം വസന്തകാലത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അടുത്തതായിട്ട് വസന്തം കഴിഞ്ഞു വരുന്ന ഋതുവായിട്ടുള്ള ഗ്രീഷ്മകാലത്തിൻ്റെ നിദാഘമാസത്തിൻ്റെ വർണ്ണനയാണ് വരണത്. നമുക്കാദ്യം 35ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. കുസുമർത്തു ദൃശോരഗോചരാണാം പഥികാനാമിവ സംക്ഷയം വിധാതും രഭസോത്ഥിതമല്ലികട്ടഹാസസപതി പ്രാദുരഭൂന്നിദാഘകാല. ആദ്യം പദച്ഛേദം പറയാം. കുസുമർത്തു ദൃശോഃ അഗോചരാണാം പഥികാനാം ഇവ സംക്ഷയം വിധാതും രഭസോത്ഥിതമല്ലികാട്ടഹാസ സപതി പ്രാദുരഭൂത് നിദാഘകാല. കുറച്ച് കടുപ്പുള്ള അക്ഷരങ്ങളൊക്കെയാണ്. നിദാഘകാല പ്രാദുരഭൂത്, അങ്ങനെയാണ് അതിൻ്റെ അന്വയം വരണത്. ഇതാണ് വാക്യം, പ്രധാന വാക്യം. നിദാഘകാലം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. അതായത് വസന്തകാലം കഴിഞ്ഞു, അതിനുശേഷം വേനൽക്കാലമാണ് വരണത്. ആ വേനൽക്കാലത്തിൻ്റെ ആരംഭമായി എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അതിൻ്റെ അന്വയത്തിലേക്ക് കടക്കാം. നിദാഘകാലം എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ, കുസുമർത്തു ദൃശോഃ അഗോചരാണാം പഥികാനാം സംക്ഷയം വിധാതും ഇവ. ഇങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. നിദാഘകാലമാകട്ടെ, വസന്തകാലമാകട്ടെ, കുസുമർത്തു ദൃശോഃ, കുസുമഋതു ദൃശോഃ. കുസുമഋതു എന്ന് പറഞ്ഞാൽ വസന്തകാലം. വസന്തകാലത്തിൻ്റെ കണ്ണുകൾക്ക്, വസന്തകാലം വസന്തത്തിനെ ഒരാളായിട്ട് വർണ്ണിക്കുകയാണെങ്കിൽ ആ ആളുടെ കണ്ണിൽ പെടാത്ത എന്ന് അർത്ഥം പറയണം. അതാണ് കുസുമർത്തു ദൃശോഃ. വസന്തത്തിന്റെ കണ്ണുകൾക്ക് അഗോചരാണാം, ഗോചരീഭൂതമല്ലാത്ത, വസന്തന്റെ കണ്ണുകളിൽ പെടാത്തതായ, പഥികാനാം, പഥികന്മാര് വഴിയാത്രക്കാര്. അപ്പോൾ വസന്തകാലം കാണാത്തവരായിട്ടുള്ള ഏതെങ്കിലും വഴിയാത്രക്കാരുണ്ടായിരുന്നു എങ്കിൽ പഥികാനാം, അവരെയൊക്കെ തന്നെ സംക്ഷയം വിധാതും, അവരെയൊക്കെ തന്നെ എന്ത് ചെയ്യാനാ പോണത്? അവരെ നശിപ്പിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ. അതാണ് സംക്ഷയം. സമ്പൂർണമായിട്ടുള്ള ക്ഷയം, നാശം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്. ചില പഥികന്മാരൊക്കെ വസന്തകാലത്തിന്റെ കണ്ണിൽപ്പെടാതെ അവരെങ്ങനെയൊക്കെയോ വിഷമമൊക്കെ സഹിച്ച് ആ കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും. എന്നാൽ അതുകൊണ്ടൊന്നും ആയില്ല. വസന്തകാലം എപ്രകാരമാണോ ആൾക്കാരെ പൂക്കൾ കൊണ്ടും തേൻ കൊണ്ടും കാറ്റുകൊണ്ടും ഒക്കെ കാമപീഡ വർദ്ധിപ്പിച്ച് വേദനിപ്പിച്ചത്, പീഡിപ്പിച്ചത്, അതിനേക്കാളും ഒട്ടും കുറവല്ലാതെ വേനൽക്കാലവും ആൾക്കാരെ, പഥികന്മാരെ വേദനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പലരെയും വധിക്കാൻ തന്നെ പുറപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അത്രയ്ക്കധികം വേദന ഉണ്ടായിരുന്നു. മാനസികമായിട്ട് അവരെ ഒക്കെ തളർത്തിക്കളയാണ് കാലം എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് പഥികാനാം, പഥികന്മാരുടെ സംക്ഷയം വിധാതുമിവ, അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. ഉത്പ്രേക്ഷാലങ്കാരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിദാഘമാസം പുറപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവരെയൊക്കെ, അതായത് പഥികന്മാരെയൊക്കെ വധിക്കണത് എന്നാണെങ്കിൽ, വസന്തകാലത്ത് ധാരാളം പൂക്കളുണ്ടാവും, പക്ഷെ മുല്ലപ്പൂ ഉണ്ടാവില്ല, ജാതി കുസുമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുല്ലോ. അത് ധാരാളമായിട്ട് വേനൽക്കാലത്തുണ്ടാവും. അതാണ് ഇവിടെ പറയണത്. രഭസോത്ഥിത മല്ലിക അട്ടഹാസ നിദാഘകാല സപതി പ്രാദുരഭൂത്. രഭസ ഉത്ഥിത മല്ലിക അട്ടഹാസ. രഭസം എന്ന് പറഞ്ഞാൽ വളരെ വേഗം തന്നെ, വസന്തകാലം കഴിഞ്ഞ ഉടനെ തന്നെ ഉത്ഥിതമായ, വിരിഞ്ഞു വന്നതായ മല്ലിക അട്ടഹാസം. മല്ലിക പൂക്കളുടെ, മല്ലിക എന്ന് പറഞ്ഞാൽ കുറുക്കുത്തിമുല്ല അല്ലെങ്കിൽ മുല്ലപ്പൂവ്, മുല്ലപ്പൂവിൻ്റെ അട്ടഹാസങ്ങളോടുകൂടി. മുല്ലപ്പൂവിൻ്റെ അട്ടഹാസം എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നുണ്ടെങ്കിൽ, മുല്ലവള്ളി ചിരിക്കുന്നത്, അട്ടഹസിക്കുന്നത് മുല്ലപ്പൂക്കളിൽ കൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കവികളുടെ ചില പ്രത്യേകതരം വർണ്ണനകളാണ്, സന്ദർഭങ്ങളാണ്. കവി സമയങ്ങൾ എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ കവികൾ പറയാണ് മുല്ലവള്ളികൾ അട്ടഹസിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൽ നിറയെ പൂത്ത് നിൽക്കുന്നതായ പൂക്കളുണ്ട് എന്നാണ്. മുല്ലപ്പൂക്കൾ ധാരാളം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് വർണ്ണിക്കുകയാണ്. കവികൾ ഇങ്ങനെയാണ് പറയാ, മുല്ലവള്ളികൾ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അട്ടഹാസത്തിന്റെ നിറം വെളുപ്പാണ്, മുല്ലപ്പൂവിന്റെ നിറവും വെളുപ്പാണ്. അട്ടഹാസത്തിന്റെ നിറം വെളുപ്പാവണത് പല്ലിന്റെ നിറം കൊണ്ടാവുമായിരിക്കും.
എന്തായാലും കവികൾ അങ്ങനെയാണ് പറയാ, പുല്ലമല്ലികാ ധവള അട്ടഹാസ എന്ന് പറഞ്ഞിട്ട് ധ്വന്യാലോകത്തിലും ആനന്ദവർദ്ധനാചാര്യര് ഗ്രീഷ്മ ഋതുവിനെ വർണ്ണിക്കുന്നുണ്ട്. മഹാകാലം വന്നു ചേർന്നിരിക്കുന്നു. ഈ പുല്ലമായ വിടർന്നു നിൽക്കുന്നതായ വെളുത്ത മുല്ലപ്പൂക്കളുടെ ചിരി അടങ്ങിയിരിക്കുന്നതായ, ചിരി ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വേനൽക്കാലം ഇതാ വന്നു ചേർന്നു എന്ന് പറയണ ഒരു സന്ദർഭമുണ്ട്. അവിടെ ധ്വനിയെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് മഹാകാല എന്ന് പറയുമ്പോൾ മഹത്തായിട്ടുള്ള, വളരെ നീണ്ട, കൃച്ഛ്രമായിട്ട് വളരെ ബുദ്ധിമുട്ടി കഴിച്ചുകൂട്ടാൻ പറ്റുന്നതായിട്ടുള്ള കാലം എന്നുള്ള രീതിയിൽ മഹാകാലമെന്നും, മഹാകാല എന്ന് പറയുമ്പോൾ ശിവനെ ഓർമ്മ വരുമെന്നുള്ളത് കൊണ്ട് ശിവൻ അട്ടഹസിച്ച് നിൽക്കുകയാണോ എന്നുള്ള ആ ഒരു തോന്നൽ കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എപ്രകാരമാണോ ശിവൻ അട്ടഹസിച്ച് നിൽക്കുന്നത് അതുപോലെ നിറയെ മുല്ലപ്പൂക്കൾ വിരിഞ്ഞുകൊണ്ട് അതാ വേനൽക്കാലം വന്നു ചേർന്നിരിക്കുന്നു എന്ന ശബ്ദശക്തി മൂലധ്വനിയുടെ ഉദാഹരണമായിട്ട് അവിടെ പറയുന്നുണ്ട്. വാക്കുകളുടെ പ്രത്യേകത കൊണ്ട് നമുക്ക് മറ്റൊരർത്ഥം കൂടിയും വളരെ വ്യക്തമായിട്ട്, അതായത് വാച്യമല്ല വ്യംഗ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ സുകുമാരകവി പറയണത്. മല്ലിക പൂക്കൾ കൊണ്ട്, അതായത് മുല്ലപ്പൂക്കൾ കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അതാ നിദാഘകാലം പ്രാദുരഭൂത്, വേനൽക്കാലം അതാ ആരംഭിച്ചു എന്നർത്ഥം. അപ്പോൾ ആ കാലത്ത് നിറയെ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. മറ്റു പൂക്കളൊന്നും ധാരാളമായിട്ട് വേനൽക്കാലത്ത് ഇല്ല എങ്കിലും മുല്ലപ്പൂക്കൾ ധാരാളമായിട്ട് വേനൽക്കാലത്ത് വിരിയാറുണ്ട് എന്നുള്ളത് കൂടിയും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മുല്ലപ്പൂക്കളെ കൊണ്ട് പാന്തന്മാരെ വേദനിപ്പിച്ചുകൊണ്ട്, വിരഹവേദന അവർക്ക് ഈ മുല്ലപ്പൂക്കളെ കാണുന്നതിലൂടെ, ആ പൂക്കളുടെ സുഗന്ധം വരുന്നതിലൂടെയൊക്കെ ഈ പാന്തന്മാരെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ വസന്തകാലത്ത് ഏതൊരുവർക്കാണോ വേദന കുറഞ്ഞിരുന്നത് അവർക്ക് തീവ്രമായിട്ടുള്ള വേദന മുല്ലപ്പൂക്കൾ കാണുന്നതിലൂടെ സംഭവിച്ചു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി, 36ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നവപാടല സൗരഭാകുലാനാം ഭ്രമരാണാം മധുരേണ ഹുങ്കൃതേന കളകണ്ഠകളഗ്രഹോപി ചക്രേ കദനം കാമുകമണ്ഡലസ്യ ഘർമ്മ. ഇവിടെയും ഘർമ്മകാലത്തിനെ പറ്റിയിട്ട്, നിദാഘകാലത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ മുല്ലപ്പൂക്കളെ പറ്റിയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പാടല വാസന കൊണ്ടാണ്, പാച്ചോറ്റിപ്പൂക്കളെ കൊണ്ടാണ് പാന്തന്മാരെ വേനൽക്കാലം വേദനിപ്പിച്ചത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. നവപാടല സൗരഭ ആകുലാനാം ഭ്രമരാണാം മധുരേണ ഹുങ്കൃതേന കളകണ്ഠകളഗ്രഹ അഭി ചക്രേ കദനം കാമുകമണ്ഡലസ്യ ഘർമ്മ. കളകണ്ഠകളഗ്രഹ അഭി ഘർമ്മ. ഘർമ്മം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. വേനൽക്കാലം കളകണ്ഠകളത്തിലാണ് പിടിച്ചത്. കളകണ്ഠി അല്ലെങ്കിൽ കളകണ്ഠ എന്നൊക്കെ പറഞ്ഞാൽ കുയില എന്നാണ് അർത്ഥം. വേറെ ചില പക്ഷികൾക്കും ഒക്കെ പറയാറുണ്ട്, ഹംസത്തിനെയും പ്രാവിനെയൊക്കെ പറയാറുണ്ട് അത്രേ. ഇവിടെ നമുക്ക് വസന്തകാലം തീരണത്തോട് കൂടിയിട്ട് വസന്തകാലത്തിലുള്ള പക്ഷി എന്ന് പറയുമ്പോൾ അത് കുയില് തന്നെയാണ്. കുയിലുകളുടെ ഗളഗ്രഹം നടത്തി. ഗളഗ്രഹം എന്ന് പറഞ്ഞാൽ കഴുത്തിന് പിടിക്കുക എന്നാണ് പച്ചമലയാളം. കുയിലുകളെ കഴുത്തിന് പിടിച്ച് മിണ്ടാണ്ടയാക്കി അവയുടെ പാട്ടൊക്കെ അവസാനിപ്പിച്ചു. അതായത് വസന്തകാലത്താണ് കുയിലുകളൊക്കെ ഭംഗിയായിട്ട് പാട്ട് പാടുക. വേനൽക്കാലം വന്നാൽ അവർ പാട്ടൊന്നും പാടില്ല. അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിച്ചു എങ്കിൽ കൂടി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഘർമ്മകാലം, വേനൽക്കാലം കളകണ്ഠകളഗ്രഹ അഭി, കളകണ്ഠങ്ങളെ നിയന്ത്രിച്ചു എങ്കിൽ കൂടി വേറെ ചിലതിനെ നല്ലവണ്ണം പരിപോഷിപ്പിക്കുകയും ചെയ്തു. ആരെയാണ് പരിപോഷിപ്പിച്ചത്? നവപാടല സൗരഭാകുലാനാം ഭ്രമരാണാം മധുരേണ ഹുങ്കൃതേന. നവപാടല സൗരഭ ആകുലന്മാരായ വണ്ടുകളുടെ, നവപാടലങ്ങൾ പുതുതായി വിരിഞ്ഞു വരുന്നതായ പാടല കുസുമം, പാച്ചോറ്റിപ്പൂക്കൾ, ഇതൊക്കെ കാട്ടിലെ പൂവാണ്. നല്ല നിറവുമുണ്ട്, വാസനയുണ്ട്, അതുകൊണ്ടാണ് തേനുമുണ്ട്. അതുകൊണ്ടാണ് വണ്ടുകളൊക്കെ അതിലേക്ക് പറന്നു വരണത്. ആ വാസന കൊണ്ട് ആകുലരായി തീർന്ന് ഉടനെ, അതായത് വസന്തകാലം കഴിഞ്ഞ് വേനൽക്കാലം വന്നു ഉടനെ തന്നെ പാച്ചോറ്റി വൃക്ഷങ്ങൾ, പാടല വൃക്ഷങ്ങൾ പൂത്തു. അതത് കാലഘട്ടങ്ങളിൽ പൂത്തുല്ലസിക്കുന്ന വൃക്ഷങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് കൂടി ഇവിടെ സുകുമാരകവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പാടല വൃക്ഷങ്ങളിൽ നിറയെ പൂക്കൾ വന്നപ്പോൾ അതിൻ്റെ സൗരഭം കൊണ്ട് മതോന്മത്തരായി തീർന്ന സൗരഭാകുലാനാം ഭ്രമരാണാം വണ്ടുകളുടെ, മതോന്മത്തരായി തീർന്നത് വണ്ടുകളാണ്. വണ്ടുകളുടെ മധുരേണ ഹുങ്കൃതേന, വളരെ മാധുര്യമുള്ളതായ ഹുങ്കാരം കൊണ്ട്, ഹുങ്കാരം എന്ന് പറഞ്ഞാൽ വണ്ടുകളുടെ മൂളൽ, ആ മൂളൽ കൊണ്ട്, നല്ല
കേൾക്കാൻ ഇമ്പമുള്ളതായ ഒരു പാട്ട് പാടുന്നത് പോലെ, ഒരു മൂളിപ്പാട്ട് പാടുന്നത് പോലെ സുഖമുണ്ടാക്കുന്നതായ വണ്ടുകളുടെ മുരൾച്ച അല്ലെങ്കിൽ മൂളൽ കൊണ്ട് ആ ഘർമ്മകാലം എന്താ ചെയ്തത്? കാമുകമണ്ഡലസ്യ കഥനം ചക്രേ, കാമുകമണ്ഡലത്തിന് മുഴുവനും ദുഃഖത്തെ ഉണ്ടാക്കി, കാമുകമണ്ഡലങ്ങളെ വീണ്ടും വേദനിപ്പിച്ചു. കാമുകന്മാരെ വസന്തകാലത്തിൽ വളരെയധികം വേദനിച്ചിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ വേദനിക്കാത്തവരെ വേനൽക്കാലം വന്നിട്ട് ഒന്നുകൂടി വേദനിപ്പിച്ചു. ഇവിടെ പറയണത് ഈ പാടല പൂക്കളുടെ, അതായത് പാച്ചോറ്റി പൂക്കളുടെ വാസന നുകരാനും തേൻ നുകരാനും ഒക്കെ അവയുടെ അടുത്തേക്ക് ചെല്ലുന്നതായ വണ്ടുകളുടെ ഹുങ്കാരങ്ങൾ കേട്ടിട്ട് അതൊക്കെ കാമത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. പാന്തന്മാരെ വീട്ടിലേക്ക് എത്താൻ പറ്റാത്തവരായിട്ട് ഉള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിനെ ഒന്നുകൂടി വേദനിപ്പിച്ചു. കഥനം എന്നുള്ളതിന് ദുഃഖത്തെ വർദ്ധിപ്പിച്ചു, ദുഃഖമുണ്ടാക്കി. കഥനം ചക്ര എന്ന് പറയുമ്പോൾ ദുഃഖമുണ്ടാക്കി എന്ന അർത്ഥം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശസനം എന്നൊരർത്ഥം കൂടിയുണ്ട്. നിസുംഭനം, വിശസനം എന്നൊക്കെ പറഞ്ഞാൽ വധം എന്നാണ് അർത്ഥം. അങ്ങനെ അവരെ ഒന്നുകൂടി വേദനിപ്പിച്ച് കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ അവിടെ മരണമുണ്ടോ എന്നറിയില്ല. പക്ഷേ കാന്തയുമായിട്ടുള്ള വേർപാട് വർദ്ധിച്ച് അവർക്കതൊരു മരണം പോലെയായി തീർന്നു. മരണതുല്യമായിട്ടുള്ള അവസ്ഥ ഈ പാന്തന്മാർക്കുണ്ടായി എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. വേനൽക്കാലം കൊണ്ടുണ്ടാകുന്നതായ അസ്വസ്ഥതകൾ നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കുസുമർത്തു ദൃശോരഗോചരാണാം പഥികാനാമിവ സംക്ഷയം വിധാതും രഭസോത്ഥിത മല്ലികാട്ടഹാസ സപതി പ്രാദുരഭൂന്നിദാഘകാല നവപാടല സൗരഭാകുലാനാം ഭ്രമരാണാം മധുരേണ ഹുംകൃതേന കളകണ്ഠകളഗ്രഹോപി ചക്രേ കഥനം കാമുകമണ്ഡലസ്യ ഘർമ്മ. ഈ വേനൽക്കാലത്തെ വർണ്ണിക്കുന്ന സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.